ഹായ് ഹലോ കൂട്ടുകാരെ, തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ട് നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൃഷ്ണനൊരു മാല കെട്ടിയിടാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഒരു മാലയൊക്കെ കെട്ടിയിട്ടു കേട്ടോ. അപ്പം പൂക്കളും തുളസിയും എല്ലാം ചേർത്തൊരു മിക്സ് ചെയ്ത് നല്ലൊരു മാല ഞാൻ കെട്ടി നമ്മുടെ കൃഷ്ണന് ഉണ്ണിക്കണ്ണന് ഞാൻ ഇട്ടിട്ടുണ്ട്. തിരുവോണ ദിവസമല്ലേ, അപ്പം തിരുവോണ ദിവസം അങ്ങനെ പ്രത്യേകതയൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മളിത് നമ്മുടെ കൈ കൊണ്ട് മാലയൊക്കെ കെട്ടിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അന്നത്തെയും പോലെ തന്നെ ഞാൻ ഇന്നും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. തിരുവോണ ദിവസം തിരുവോണ ദിനാശംസകൾ. അങ്ങനെ ഞാൻ പൂക്കളം ഇടാനായിട്ട് ഞാൻ തലേന്ന് പൂ പിച്ചി വെച്ചിരുന്നു. നമ്മൾ പിറ്റേന്ന് രാവിലെ പിച്ചത്തിലല്ല, പൂക്കൾ തലേന്നേ പിച്ചി വെക്കും. അങ്ങനെ പൂക്കളെല്ലാം പിച്ചി വെച്ച് ഞാൻ മക്കളെയൊക്കെ വിളിച്ചുണർത്തി അവർ കുളിച്ച് റെഡിയായിട്ട് പൂക്കളം ഇടാനായിട്ട് പൂവൊക്കെ പറിച്ച് വെക്കാനായിട്ട് റെഡിയായിട്ടിരുന്നു. അങ്ങനെ ജമന്തി, പിന്നെന്താണ് വാടാമല്ലി, അങ്ങനെ കുറേ റോസ, അങ്ങനെ കുറേ പൂക്കളൊക്കെ ഇടാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ രാവിലെ. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിലോട്ട് ഓടുന്നുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം, പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കണം. അപ്പോൾ ഇത് ഇടുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോഴത്തേന് ഇവരിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേന് എല്ലാ വർഷവും തിരുവോണ ദിവസം പൂക്കളിടുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ. നമ്മൾ 4 പേരും കൂടെ, അണ്ണനും മക്കളും ഞാനുമായിട്ടാണ് 4 പേരും കൂടാണ് കേട്ടോ പൂക്കളം ഇടുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ രാവിലെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പൂക്കളം ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളത്തിൻ്റെ അവസാന സ്റ്റേജ്. അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ പൂക്കളം. എങ്ങനെയുണ്ട് നമ്മുടെ തിരുവോണ ദിവസത്തെ അത്തപ്പൂക്കളം? കൊള്ളാമല്ലേ? സൂപ്പറായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഞാൻ തന്നെ ഇട്ടിട്ട് ഞാൻ തന്നെ അങ്ങ് പുകഴ്ത്തുവാണെന്ന് വിചാരിക്കില്ലേ, എന്നാലും എനിക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. ഇതിലും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഓരോരോ കൂട്ടുകാർ പൂക്കളം ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മൾ അത്ര ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം, തിരുവോണ ദിന ആശംസകൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. ചേഞ്ച് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ 4 പേരും കൂടെ. നമ്മുടെ അടുത്ത് മൂന്നാല് ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ തിരുവോണ ദിവസം രാവിലെ അമ്പലത്തിലേക്കൊന്ന് പോകുന്നുണ്ട്. അപ്പം നമുക്ക് അമ്പലത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങിയപ്പം നമ്മുടെ മാവേലി തമ്പുരാനെ കണ്ടു കേട്ടോ. അങ്ങനെ മാവേലി തമ്പുരാനെ കണ്ടപ്പം വണ്ടിയൊക്കെ ഒന്ന് നിർത്തി മാവേലി തമ്പുരാൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. മാവേലി കാണുമ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കാതെ പോകുന്നത് എങ്ങനെ? അങ്ങനെ നമ്മൾ മാവേലി തമ്പുരാൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്ത് പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള അതൊരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു, പിന്നെ അവിടെയും പോയി കേട്ടോ.
പിന്നെ അടുത്ത ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ എളമ്പള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രമാണ് കേട്ടോ. അവിടെയും നമ്മൾ രാവിലെ തിരുവോണ ദിവസം രാവിലെ പോയി തൊഴുതായിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്ന് അങ്ങനെ നമ്മുടെ സദ്യവട്ടങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തിരുവോണ സദ്യയൊക്കെ കളർഫുള്ളായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരുവോണ സദ്യ കഴിച്ചാലോ? തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ആ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടാലോ? ഇതാണ് കേട്ടോ ഞങ്ങളെടുത്ത ഫോട്ടോസ്. നമ്മളങ്ങനെ സദ്യയൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇലയിലൊക്കെ വിളമ്പി അങ്ങനെ മക്കളൊക്കെ ഇരുന്ന് നമ്മുടെ തിരുവോണ സദ്യയും അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വർഷത്തെ തിരുവോണം അങ്ങനെ നമ്മുടെ സദ്യ കഴിച്ചതോടുകൂടി വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് ഈ വർഷത്തെ തിരുവോണം. അങ്ങനെ പിന്നെ ഓണസദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അമ്മ വീട്ടിലേക്ക് പോയി കേട്ടോ. എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. മക്കളും അണ്ണനും ഞങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ അവിടെയും ഓണം ആഘോഷിക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഓണവും നമ്മൾ കളർഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ഓണം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു.